ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാപ്പൂ വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ മുരിങ്ങയിലൊന്നല്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലത്തെ മുരിങ്ങ മരത്തിൻ്റെ കൊമ്പ് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൊമ്പ് പൊട്ടി വീണു, അപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ മുരിങ്ങയുടെ ഈ പൂവൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വിരിഞ്ഞ പൂവുണ്ട്. വിരിഞ്ഞ പൂവിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിൽ മുട്ടാണ് ഇട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള മുട്ടാണ്. ഏകദേശം നമ്മുടെ മുല്ലപ്പൂവിൻ്റെ കളറൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ, ഇതുപോലത്തെ ഇങ്ങനെയാണ് നിൽക്കേണ്ടതാവുക. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൊട്ടിച്ച് വയ്ക്കുക. വാടിയ പൂവൊന്നും എടുക്കണ്ട കേട്ടോ, ഇച്ചിരി വാട്ടം കുറവുള്ള പൂവ് എടുക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ മുട്ട്, ഇതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മുരിങ്ങാപ്പൂ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഈ പൂവ് നല്ല പോലെ കഴുകിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ഈ പൂവ് ഞാൻ വാരയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പ പോലത്തെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല പോലെ കഴുകി വെച്ചിട്ടുള്ള ഈ പൂവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വാർന്ന് പൊക്കോളും. അപ്പോൾ ഇതേപോലെ ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേ പൂവൊക്കെ കഴുകി ഈ അരിപ്പയിൽ വാർത്ത് വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിന് വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തോരൻ വയ്ക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള കടുകെല്ലാതും പൊട്ടി വരട്ടെ. അപ്പോൾ ഇതേ കടുക് പൊട്ടിക്കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുത്തതിൽ കുറച്ച് പഴുത്തിട്ടുള്ള മുളകാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 15 ഉള്ളി ജസ്റ്റ് ഒന്ന് ഇടിക്കലിൽ വെച്ചിട്ട് ഒന്ന് ഇടിച്ചെടുത്തത് കേട്ടോ. നല്ല പോലെ ഇടിച്ചെടുത്തിട്ടില്ല, ഒന്ന് ഇടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തുടർച്ചയായിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 മുട്ട ചേർക്കുകയാണ്. ഞാനിപ്പോൾ 3 മുട്ട എടുത്തു എന്നുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ള മുരിങ്ങാപ്പൂവിൻ്റെ ആ ഒരു ബാലൻസ് ചെയ്തിട്ടാണ് 3 മുട്ട എടുത്തിട്ടുള്ളത്. മുട്ട എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് മാത്രമല്ല മുരിങ്ങാപ്പൂവിലേക്കും കൂടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുട്ട നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊത്തിപ്പൊരിക്കൊക്കെ ഉണ്ടാക്കില്ലേ, ജസ്റ്റ് ഇങ്ങനെ കൊത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുട്ട ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അതിപ്പോൾ ഈ കറിക്ക് എന്നല്ല, നമ്മൾ ജസ്റ്റ് ഒരു മുട്ട കൊത്തിപ്പൊരി ഉണ്ടാക്കുമ്പോൾ വരെ മുട്ട മൊരിഞ്ഞ് വരണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങാപ്പൂവും കൂടിയും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇതെല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ നമുക്കിത് നല്ല പോലെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേവിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. ഇത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവ് കറക്റ്റ് അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകം തന്നെയാണ്, വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. അതുപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കുന്നതിനൊപ്പം തന്നെ ഇതിന് വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുരിങ്ങപ്പൂവ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആ കുറവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുമാത്രമല്ല ഈ മുരിങ്ങപ്പൂവ് നമ്മുടെ ഈ മുരിങ്ങയില പോലെ തന്നെ പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ കഴിക്കുന്നതുകൊണ്ട്. ഇത് പ്രമേഹ രോഗികൾക്കും നല്ലതാണ്. അതുപോലെ തന്നെ പീരീഡ്സ് ആയ സമയത്ത് സ്ത്രീകളിലുണ്ടാവുന്ന തലവേദന, വയറുവേദന, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനും നല്ലതാണ്. അതുമാത്രമല്ല ഇടയ്ക്കൊക്കെ എല്ലാവർക്കും ഇതൊക്കെ കഴിക്കുന്നത് നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.